ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. വൻ സർപ്രൈസിനൊരുങ്ങി ആപ്പിൾ. ലോഗോയിൽ വരെ മാറ്റവുമായി ആപ്പിൾ 17 പ്രോ ഈ വർഷം വിപണിയിലെത്തും. ഐഫോൺ 17 ഇത്തവണ വലിയ സ്ക്രീൻ ആയിരിക്കുമെന്നാണ് വിവരം. ഇപ്പോൾ വിപണിയിലുള്ള ഐഫോൺ 16 പ്രോയ്ക്കുള്ള 6.3 ഇഞ്ച് സ്ക്രീനായിരിക്കും ഐഫോൺ 17 എന്നാണ് റിപ്പോർട്ടുകൾ. ഐഫോൺ 17 സീരീസിൽ വരാനിരിക്കുന്ന മറ്റൊരു സുപ്രധാനമായ മാറ്റമാണ് ലോഗോയുടെ ക്രമീകരണം. ഫോണിന്റെ പിൻഭാഗത്ത് സ്ഥാപിച്ച ആപ്പിൾ ലോഗോ ഫോണിന്റെ മുഖ്യ ആകർഷണമാണെന്നതിൽ സംശയമില്ല. ഐഫോൺ 11 പുറത്തിറങ്ങിയതു മുതൽ ഐഫോൺ ലോഗോ ഫോണിന് പിൻഭാഗത്ത് ഒരേ സ്ഥലത്ത് തന്നെയാണ് നൽകിവരുന്നത്. എന്നാൽ ഇത്തവണ അതിൽ നിന്ന് മാറ്റം വരും. ഐഫോണുകളുടെ വയർലെസ് ചാർജിംഗ് റിംഗിന്റെ ക്രമീകരണത്തിൽ ചെറിയ മാറ്റം കൊണ്ടുവരുന്നതിനാലാണ് ഈ മാറ്റം. റിംഗിന് മധ്യത്തിലായി ലോഗോ സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് ലോഗോ അല്പം താഴ്ത്തുന്നത്. മാഗ്നറ്റിന്റെ റിംഗിന്റെ സ്ഥാനം മനസ്സിലാക്കാൻ ലോഗോയുടെ ഈ കൃത്യമായ ക്രമീകരണം സഹായിക്കുകയും ചെയ്യും. AI 19 പ്രോ ചിപ്പിലായിരിക്കും പ്രോ മോഡലുകളുടെ പ്രവർത്തനം. അതിനൂതന 3nm പ്രോസസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ചിപ്സെറ്റ് പ്രോ മോഡലുകളുടെ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യകൾ മികവോടെ പ്രവർത്തിപ്പിക്കാൻ സഹായകമാകും. മുൻവർഷത്തേതിനേക്കാൾ 10 മടങ്ങ് കരുത്തുള്ളവയാകും ഇത്തവണത്തെ പ്രോ മോഡലുകൾ. പ്രോ മാക്സ് മോഡലിന് 6.9 ഇഞ്ച് വലുപ്പമുള്ള സ്ക്രീൻ ആയിരിക്കുമെന്നാണ് വിവരം. 12GB റാം വേരിയന്റ് ആയിരിക്കും ഇത്തവണത്തെ മറ്റൊരു സവിശേഷത. മികവുറ്റ തെർമൽ മാനേജ്മെന്റ് സംവിധാനത്തിനായി വേപ്പർ ചേംബർ സംവിധാനവും ഫോണിലുണ്ടാകും. സെൽഫി ക്യാമറയ്ക്ക് 24MP ക്യാമറ കൊണ്ടുവന്നേക്കും. നിലവിലുള്ള 12MP റിയർ ക്യാമറയ്ക്ക് പകരം 48MP സെൻസറും അവതരിപ്പിച്ചേക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടിക്ടോക്ക് വാങ്ങാൻ ആളുണ്ടെന്ന് ട്രംപ്. വാങ്ങുന്നതാരാണെന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ വെളിപ്പെടുത്തുമെന്നും ഡൊണാൾഡ് ട്രംപ്. ജനപ്രിയ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ ടിക്ടോക്ക് വാങ്ങാൻ അമേരിക്കയിൽ ഒരാൾ തയ്യാറായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈനീസ് കമ്പനിയുടെ ഉടമസ്ഥതയിലായതിനാൽ അമേരിക്കയിൽ നിരോധിക്കപ്പെടാൻ പോകുന്ന സോഷ്യൽ മീഡിയ ആപ്പാണ് ടിക്ടോക്ക്. ആരാണ് വാങ്ങുന്നതെന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ വെളിപ്പെടുത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കി. 2024 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സോഷ്യൽ മീഡിയയെ ആശ്രയിച്ചിരുന്ന ട്രംപ് ടിക്ടോക്ക് തനിക്ക് ഇഷ്ടമുള്ള ആപ്പാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അദ്ദേഹം നിരവധി തവണ പ്രസ്താവിച്ചതുപോലെ ടിക്ടോക്ക് ഇല്ലാതായി പോകരുതെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നുവെന്ന് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് അറിയിച്ചു. ടിക്ടോക്കും മാതൃകമ്പനിയായ ബൈറ്റ് ഡാൻസും ലൊക്കേഷൻ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള സെൻസിറ്റീവ് ഉപഭോക്തൃ ഡാറ്റ ചൈനീസ് സർക്കാരിന് ചോർത്തി കൈമാറുന്നതായി അമേരിക്ക ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ടിക്ടോക്ക് പ്ലാറ്റ്ഫോമിലൂടെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതായും ആശങ്കപ്പെട്ടിരുന്നു. 170 കോടി അമേരിക്കൻ ഉപഭോക്താക്കളാണ് ടിക്ടോക്കിനുള്ളത്. കൂടുതലും യുവാക്കളാണ് ആപ്പ് ഉപയോഗിക്കുന്നത്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി 2020 ഇന്ത്യ ടിക്ടോക്ക് നിരോധിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗൂഗിളിന്റെ AI ചിപ്പുകൾ വാടകയ്ക്കെടുക്കാനുള്ള തീരുമാനത്തിൽ ഓപ്പൺ AI. കമ്പ്യൂട്ടിംഗ് പവറിനുള്ള ആവശ്യകത വർദ്ധിക്കുന്നതിന് അനുസരിച്ച് ബദലുകൾ കണ്ടെത്താനുള്ള ഓപ്പൺ AIയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി. ChatGPTയെയും അതിന്റെ മറ്റുൽപ്പന്നങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിനായി ഓപ്പൺ AI ഗൂഗിളിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതായി റിപ്പോർട്ട്. നിലവിൽ AI ഹാർഡ്വെയർ വിപണിയിൽ ആധിപത്യം പുലർത്തുന്ന NVIDIAയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ചിപ്പ് വിതരണക്കാരെ വൈവിധ്യവൽക്കരിക്കുന്നതിനുമുള്ള ഓപ്പൺ AIയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കമെന്നാണ് റിപ്പോർട്ട്. നിലവിൽ NVIDIAയുടെ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റുകളുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ഒരാളാണ് ഓപ്പൺ AI. മോഡലുകളെ പരിശീലിപ്പിക്കുന്നതിനും കമ്പ്യൂട്ടിങ്ങിനുമാണ് ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് ചിപ്പുകൾ ഉപയോഗിക്കുന്നത്. എങ്കിലും കമ്പ്യൂട്ടിംഗ് പവറിനുള്ള ആവശ്യകത വർദ്ധിക്കുന്നതനുസരിച്ച് ഓപ്പൺ AI ഇപ്പോൾ ബദലുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഓപ്പൺ AI ഗൂഗിളിന്റെ ടെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയെന്നും ഇത് ഹാർഡ്വെയർ തന്ത്രങ്ങളിൽ മാത്രമല്ല ക്ലൗഡ് സേവനങ്ങളെ ആശ്രയിക്കുന്നതിലും ശ്രദ്ധേയമായ മാറ്റമുണ്ടാക്കിയെന്നും പറയുന്നു. ഈ മാസം ആദ്യം ഓപ്പൺ AI തങ്ങളുടെ വളർന്നുവരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഗൂഗിൾ ക്ലൗഡിനെ ഉപയോഗപ്പെടുത്താൻ പദ്ധതിയിടുന്നതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. AI മേഖലയിലെ 2 പ്രമുഖ എതിരാളികൾ തമ്മിലുള്ള ഈ സഹകരണം ടെക് ലോകത്തെ അമ്പരപ്പിച്ചിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയാണ് പുതിയ റിപ്പോർട്ടും വരുന്നത്. ഇത്രയും കാലം ഗൂഗിൾ തങ്ങളുടെ ഇൻഹൌസ് ടെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റുകളുടെ സ്വന്തം ഉപയോഗത്തിനായി മാത്രം പരിചയപ്പെടുത്തിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതിന്റെ ബാഹ്യലഭ്യത വിപുലീകരിക്കുന്നതിനിടയിലാണ് ഓപ്പൺ AIയുമായുള്ള ഈ കരാർ വരുന്നത്. ഗൂഗിളിന്റെ TPUകൾ വാടകയ്ക്കെടുക്കാനുള്ള നീക്കം ഓപ്പൺ AI ആദ്യമായി NVIDIA ഇതര ചിപ്പുകൾ ഉപയോഗിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. കൂടാതെ മൈക്രോസോഫ്റ്റിന്റെ ഡാറ്റാ സെന്ററുകളെ ആശ്രയിക്കുന്നതിൽ ഇതിനുള്ള പിന്മാറ്റത്തെയും ഇത് കാണിക്കുന്നു. NVIDIAയുടെ GPUകൾക്ക് വില കുറഞ്ഞ ബദലായി ഇത് TPUകളെ മാറ്റുമെന്നും വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? എങ്കിൽ കാർ തനിയെ വന്ന് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിന്നാൽ എങ്ങനെയുണ്ടാവും? അതെ, ലോകത്തെ ആദ്യ ഓട്ടോണോമസ് ഡെലിവറി നടത്തി ടെസ്ല. ലോകത്ത് ആദ്യത്തെ ഓട്ടോണമസ് ഡെലിവറി നടത്തിയിരിക്കുകയാണ് ടെസ്ല. ഉടമ ഷോറൂമിൽ വന്ന് കാർ ഓടിച്ചു പോകുന്നതിന് പകരം കാർ സ്വയം ഓടിച്ച് ഉടമയുടെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്.
ടെക്സസിലെ ഓസ്റ്റിനിലുള്ള ടെസ്ലയുടെ ഷോറൂമിൽ നിന്ന് ഏകദേശം 30 മിനിറ്റ് നേരം ഡ്രൈവറില്ലാതെ സ്വയം നിയന്ത്രണത്തിൽ ഓടിയാണ് കാർ കൃത്യമായി ഉടമയുടെ വീട്ടിലെത്തിയത്. 30 മിനിറ്റിൽ ഹൈവേ, ട്രാഫിക് സിഗ്നൽ, തിരക്കുള്ള നഗരം എന്നിവയിൽ പോലും ഡ്രൈവറില്ലാതെ കാറിന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സാങ്കേതിക രംഗത്തെ നേട്ടങ്ങൾ കൊയ്യാനുള്ള പുതിയ പടിയാണ് ടെസ്ല കാറിന്റെ 30 മിനിറ്റ് നീണ്ട ഡ്രൈവർലെസ് ഡ്രൈവിംഗ്. സംഭവത്തിന്റെ വീഡിയോകളും ഇതേക്കുറിച്ചുള്ള വാർത്തകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ടെസ്ലയുടെ മോഡൽ Y കാറുകൾ ഡ്രൈവറില്ലാതെ ലക്ഷ്യസ്ഥാനത്തെത്തുന്ന വീഡിയോ ഇലോൺ മസ്കും പങ്കുവച്ചു. യാത്രയ്ക്കിടെ വാഹനം മണിക്കൂറിൽ 115 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിച്ചതായി ടെസ്ലയുടെ AI മേധാവിയും ഓട്ടോ പൈലറ്റുമായ അശോക് എലുസ്വാമി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാറിനകത്ത് മനുഷ്യസാധ്യമുണ്ടായിരുന്നില്ലെന്ന് അശോക് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൈനയിലും പാകിസ്ഥാനിലും കണ്ണുവയ്ക്കാൻ ഇന്ത്യയുടെ 52 മിലിറ്ററി സാറ്റലൈറ്റുകൾ. 27,000 കോടി രൂപയുടെ ഉപഗ്രഹ വിക്ഷേപണ പദ്ധതി വേഗത്തിലാക്കാൻ ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പ്രതിരോധം കടുപ്പിച്ച് രാജ്യം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പ്രതിരോധ രംഗം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കവുമായി ഇന്ത്യ. പ്രതിരോധ രംഗത്തെ ആവശ്യങ്ങൾക്കായുള്ള 52 ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം വേഗത്തിലാക്കാൻ ഇന്ത്യ നടപടി സ്വീകരിച്ചുവെന്നാണ് റിപ്പോർട്ട്. ശത്രുരാജ്യത്ത് കൂടുതൽ ആഴത്തിൽ നിരന്തര നിരീക്ഷണം നടത്താൻ ഈ ഉപഗ്രഹങ്ങൾ ഇന്ത്യയെ സഹായിക്കും. 26,968 കോടി രൂപയുടെ സ്പേസ് ബേസ്ഡ് സർവെയിലൻസ് പ്രോഗ്രാമിന്റെ 3ാം ഘട്ടത്തിന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാകാര്യ ക്യാബിനറ്റ് കമ്മിറ്റി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അനുമതി നൽകിയിരുന്നു. ഈ പദ്ധതിയുടെ ഭാഗമാണ് 52 പ്രതിരോധ ഉപഗ്രഹങ്ങൾ. ഇതിൽ 21 എണ്ണം ISRO തന്നെ നിർമ്മിച്ച് വിക്ഷേപിക്കുന്നവയായിരിക്കും. 31 എണ്ണം 3 ഇന്ത്യൻ സ്വകാര്യ കമ്പനികൾക്ക് നിർമ്മിച്ചവയായിരിക്കും. പ്രതിരോധ മന്ത്രാലയത്തിലെ ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിഫൻസ് സ്പേസ് ഏജൻസിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. SBS-3 പദ്ധതിയിലെ ആദ്യ ഉപഗ്രഹം അടുത്ത വർഷം ഏപ്രിലിൽ വിക്ഷേപിക്കും. 2029 അവസാനത്തോടെ മുഴുവൻ ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കുമെന്നാണ് റിപ്പോർട്ട്. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭൂപ്രദേശങ്ങൾ വലിയൊരു പങ്കും ഇന്ത്യൻ സമുദ്രമേഖലയും നിരീക്ഷണ പരിധിയിൽ കൊണ്ടുവരാൻ ഇതുവഴി ഇന്ത്യയ്ക്കാവും. തുടർച്ചയായി നിരീക്ഷണം നടത്താനും ഉയർന്ന ഗുണമേന്മയിൽ ദൃശ്യങ്ങൾ പകർത്താനും ഈ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ സാധിക്കും. ഈ ഉപഗ്രഹങ്ങൾക്ക് പുറമെ 3 ഹാപ്സ് വിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ വ്യോമസേന. ഈ ആളില്ലാ വിമാനങ്ങൾക്ക് ദീർഘകാലം അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നുകൊണ്ട് നിരീക്ഷണം നടത്താനാവും. പഹൽഗാമിലെ ഭീകരാക്രമണങ്ങൾക്ക് പിന്നാലെ മെയ് 7 മുതൽ 10 വരെ പാകിസ്ഥാനുമായി നടന്ന അതിശക്തമായ പോരാട്ടത്തിൽ കാർട്ടോസാറ്റ് പോലുള്ള തദ്ദേശീയ ഉപഗ്രഹങ്ങളും വിദേശ ഉപഗ്രഹങ്ങളും ശത്രു സൈന്യത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഇന്ത്യക്ക് സഹായകമായിരുന്നു. ആക്രമണങ്ങൾ നടത്തിയതിന്റെ ആധികാരികത ലോകത്തിനു മുന്നിൽ ഉറപ്പാക്കാൻ ഇന്ത്യക്ക് സഹായകമായതും ഉപഗ്രഹ ചിത്രങ്ങളാണ്. അതേസമയം ബഹിരാകാശ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനുള്ള സാങ്കേതിക വിദ്യകളിൽ ചൈന വലിയ നിക്ഷേപം നടത്തുന്നത് ഇന്ത്യക്ക് ഭീഷണിയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.